ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൾട്ടി ജോയിൻറ്റ്, സിംഗിൾ ജോയിൻറ്റ് വ്യായാമങ്ങളെക്കുറിച്ചുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. അത് നമ്മുടെ ശരീരത്തിലെ രണ്ട് തരം മസിൽ ഫൈബേഴ്സിനെ കുറിച്ചുള്ളതാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം തന്നെയാണ്. ജിമ്മിൽ പോകുന്ന എല്ലാവരും ഈ കാര്യം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിലെ പേശികൾ ഫാസ്റ്റ് സ്റ്റിച്ച് ഫൈബേഴ്സ്, സ്ലോ സ്റ്റിച്ച് ഫൈബേഴ്സ് എന്ന രണ്ട് തരം പേശീനാരുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ ഫാസ്റ്റ് സ്റ്റിച്ച് ഫൈബേഴ്സ് കൂടിയ ഭാരത്തിൽ കുറഞ്ഞ റെപ്പിറ്റീഷൻ വെച്ച് ചെയ്യുമ്പോൾ വികാസം പ്രാപിക്കുന്നു. ഇതിനെ വൈറ്റ് ഫൈബേഴ്സ് എന്നും പറയാറുണ്ട്. സ്ലോ സ്റ്റിച്ച് ഫൈബേഴ്സ് കൂടിയ റെപ്പിറ്റീഷനിൽ വികാസം പ്രാപിക്കുന്ന ഫൈബേഴ്സാണ്. ഇതിനെ റെഡ് ഫൈബേഴ്സ് എന്നും പറയാറുണ്ട്. ഈ രണ്ട് ഫൈബേഴ്സിൻ്റെയും അളവ് ഓരോ വ്യക്തികളിലും കൂടിയും കുറഞ്ഞും കാണും. ഫാസ്റ്റ് സ്റ്റിച്ച് ഫൈബേഴ്സ് കൂടിയ വ്യക്തികൾ വർക്കൗട്ടിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ശരീരം വേഗം വികാസം പ്രാപിക്കുന്നത് കാണാം. അതായത് അവരുടെ മസിൽ വോളിയം പെട്ടെന്ന് തന്നെ കൂടി വരുന്നതായിട്ട് കാണാം. ഇനി മൾട്ടി ജോയിൻറ്റ് എക്സർസൈസ് എന്താണെന്ന് നോക്കാം. ഒന്നിൽ കൂടുതൽ എല്ലുകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യായാമങ്ങളെയാണ് മൾട്ടി ജോയിൻറ്റ് എക്സർസൈസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബെഞ്ച് പ്രസ്, സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ്, ബിഹൈൻഡ് നെക്ക് പ്രസ്, ഇതൊക്കെ മൾട്ടി ജോയിൻറ്റ് വ്യായാമങ്ങളാണ്. മൾട്ടി ജോയിൻറ്റ് വ്യായാമങ്ങളെല്ലാം ഫാസ്റ്റ് സ്റ്റിച്ച് ഫൈബേഴ്സിൻ്റെ വളർച്ചയെ സഹായിക്കും. ഇനി സിംഗിൾ ജോയിൻറ്റ് എക്സർസൈസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ചെസ്റ്റിനുള്ള ടംബിൾ ഫ്ലൈസ്, അതുപോലെ സൈഡ് ലാറ്റർ റൈസ്, കോൺസെൻട്രേഷൻ കേള് തുടങ്ങിയ ഐസൊലേഷൻ വ്യായാമങ്ങളെയാണ് സിംഗിൾ ജോയിൻറ്റ് എക്സർസൈസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഐസൊലേഷൻ വ്യായാമങ്ങൾ ചെയ്യുമ്പോഴാണ് റെഡ് ഫൈബേഴ്സ് വികാസം പ്രാപിക്കുന്നത്, അതായത് സ്ലോ സ്റ്റിച്ച് ഫൈബേഴ്സ് വികാസം പ്രാപിക്കുന്നത്. ഐസൊലേഷൻ വ്യായാമങ്ങൾ മസിലിൻ്റെ കട്സിനെയും വേർതിരിവിനെയും ലക്ഷ്യം വെച്ചുള്ള വ്യായാമങ്ങളാണ്. നിങ്ങൾ വർക്കൗട്ടിൽ ഏർപ്പെടുമ്പോൾ ഈ രണ്ട് തരത്തിലുള്ള വ്യായാമങ്ങളും ഇടകലർത്തി ചെയ്യാൻ ശ്രമിക്കുക. അതായത് മൾട്ടി ജോയിൻറ്റ് വ്യായാമങ്ങളും സിംഗിൾ ജോയിൻറ്റ് വ്യായാമങ്ങളും ഇടകലർത്തി ചെയ്യുക. നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവും. അപ്പോൾ മൾട്ടി ജോയിൻറ്റ് വ്യായാമങ്ങളും സിംഗിൾ ജോയിൻറ്റ് വ്യായാമങ്ങളും ഇടകലർത്തി ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ പറയാനുള്ളത്, അധികം ആൾക്കാരും ജിമ്മിൽ ഐസൊലേഷൻ വ്യായാമങ്ങൾ കൂടുതലായി താല്പര്യത്തോടു കൂടി ചെയ്യുന്നത് കാണാം. അതായത് മൾട്ടി ജോയിൻറ്റ് വ്യായാമങ്ങൾ അധികം ചെയ്യാതെ സിംഗിൾ ജോയിൻറ്റ് വ്യായാമങ്ങളാണ് കൂടുതൽ പേരും ചെയ്യുന്നത് കാണുക. പ്രത്യേകിച്ച് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ ആൾക്കാരിലാണ് ഈ പ്രവണത കൂടുതലായും കാണുന്നത്. ഒരിക്കലും സിംഗിൾ ജോയിൻറ്റ് വ്യായാമങ്ങൾ മാത്രം നിങ്ങൾ താല്പര്യത്തോടു കൂടി ചെയ്തത് കൊണ്ട് മസിലധികം ബിൽഡായി വരില്ല. അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ വോളിയം കൂടില്ല. മൾട്ടി ജോയിൻറ്റ് വ്യായാമങ്ങളിലാണ് ശരീരത്തിൻ്റെ വോളിയം, അതായത് മസിലിൻ്റെ വോളിയം കൂടി വരുന്നത്. അപ്പോൾ ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട്, ബെഞ്ച് പ്രസ്, ബിഹൈൻഡ് നെക്ക് പ്രസ്, ഈ വിഭാഗം വർക്കൗട്ടുകളെല്ലാം നിങ്ങൾ നന്നായി തന്നെ ചെയ്യുക. അതിൻ്റെ കൂടെ ഐസൊലേഷൻ വ്യായാമങ്ങളും ചെയ്യുക. അതുപോലെ പറയാനുള്ളത്, അധിക ആൾക്കാരും ലെഗിന്, അതായത് ലെഗിൻ്റെ വർക്കൗട്ടിന് തീരെ താല്പര്യം കാണിക്കുന്നത് കാണാറില്ല. പ്രത്യേകിച്ചും ലെഗിൻ്റെ വർക്കൗട്ട് കുറച്ച് കഠിനമാണ്. അപ്പോൾ അത് കാരണമായിരിക്കാം മിക്ക ആൾക്കാരും അതിൽ താല്പര്യം അധികം കാണിക്കാത്തത്. ലെഗിന് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാത്ത പക്ഷം നിങ്ങളെ ലെഗ് ശോഷിച്ചിരിക്കും. അധികം ആൾക്കാരിലും കാണുന്നൊരു പ്രശ്നമാണ്. അവർക്ക് അരക്ക് മുകളിൽ നല്ല വികാസം പ്രാപിച്ചിട്ടുണ്ടാകും. അതുപോലെ അരക്ക് താഴെ അവരുടെ ശരീരത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള ഒരു ലെഗ്സ് ആയിരിക്കും അധികം ആൾക്കാരും കാണാറുണ്ട്. പ്രത്യേകിച്ച് ലെഗ് വർക്കൗട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നവരിൽ കാണുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കുക. അതായത് അരക്ക് മുകളിൽ നല്ല മസ്കുലറായിട്ടുള്ള ഒരു ബോഡിയും അരക്ക് താഴെ ശോഷിച്ച രണ്ട് കാലുകളും ആണെങ്കിൽ ആ ശരീരത്തിനെ കാണാൻ യാതൊരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ലെഗിൻ്റെ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാതെ ലെഗിനും കാര്യമായി തന്നെ വർക്കൗട്ട് കൊടുത്ത്
മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. അതായത് ഇപ്പോൾ ലെഗിന് നിങ്ങൾ ചെയ്യാത്ത പക്ഷം നിങ്ങളുടെ ടോട്ടൽ ബോഡി ഡെവലപ്പ് കുറയും. അതായത് ബോഡി ബിൽഡിങ്ങിലെ വർക്കൗട്ടുകളിൽ ഏറ്റവും പ്രാധാന്യം ലെഗ്സിൻ്റെ വർക്കൗട്ടായ സ്ക്വാട്ട് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബാക്കി എല്ലാ വർക്കൗട്ടിനും പ്രാധാന്യമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ലെഗുകൾക്കുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾക്ക് അത് കുറച്ച് കഠിനം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കഠിനമായ വ്യായാമത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ, അതായത് ഉദാഹരണം സ്ക്വാട്ട് പോലത്തെ വ്യായാമങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശരീരം നന്നായി ക്ഷീണിക്കും. അപ്പോൾ ആ ടൈമാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ ആ ഹോർമോൺ ഉൽപ്പാദനം നടക്കുമ്പോഴാണ് നമ്മളുടെ മസിൽ ഫൈബർ ബിൽഡാകുന്നതും നമ്മുടെ ശരീരം വികാസം പ്രാപിക്കുന്നതും. അപ്പോൾ നമ്മൾ കഠിനമായ വ്യായാമമായ സ്ക്വാട്ട് ഉപേക്ഷിക്കരുത്, അത് സ്കിപ്പ് ചെയ്ത് പോകരുത്. എല്ലാവരും ബാക്കിയുള്ള പാർട്സിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളും ലഗ്സിൻ്റെ വർക്കൗട്ടിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ സ്ട്രെച്ചിങ്ങിനെയും വാമപ്പിനെയും കുറിച്ചുള്ളതായിരിക്കും. അത് മിക്കവാറും ജിമ്മിൽ വച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.